ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ, മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. അതിനുള്ള ആ തുല്യതാ പരീക്ഷ എന്ന് പറയുന്നത് AOR എന്നാണ്, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്. അപ്പോൾ ഈ പറയുന്ന സംഗതി ഇവർ പാസ്സായിട്ടില്ല. എന്തിന് ഇവർ പരീക്ഷ പോലും എഴുതിയിട്ടില്ല. ഇവരവരുടെ ഒരു ഗുമസ്തയായിട്ട് നിൽക്കുകയാണ്. ആ ഗുമസ്ത പണിയുടെ ഒരു ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് ആരാണ്? രേണുസുധിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം വേറെ ആളാണെങ്കിലും കുറേ ദിവസങ്ങളായിട്ട് രേണുസുധി തന്നെയാണ് ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അവളുടെ വക്കീലായിട്ട് ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ആകുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് വന്ന് ചാടിയത്. പറഞ്ഞ ആൽബത്തിലാണ്. സോ അതിനുശേഷം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീൻ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുധി തന്നെ കണ്ടന്റ്. അപ്പം രേണുസുധിയുടെ ഇത് കുറച്ച് കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ ഷെബീന ബീബി ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. വായി വരുന്ന കോതയ്ക്ക് പാട്ട് തന്നെ പുള്ളിയുടെ ചാനലിനകത്ത് വായി വരുന്ന എല്ലാം പറയാറുണ്ട്. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് റിയാക്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ആ ഒരു വീഡിയോയും കൂടി എടുത്തേക്കുന്നത്. പിന്നെ ഷെബീന ബീബി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രേണുസുധിയുടെ വക്കീൽ ആദ്യമേ തൊട്ട് ഷെബീന ബീബി പറയുന്നുണ്ടായിരുന്നു വക്കീൽ ആരാന്ന് എനിക്കറിയാം എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ഷെബീന ബീബി ആ പേര് സഹിതം പറഞ്ഞു ഏതാണ് ആ വക്കീൽ എന്നുള്ളതും. കാര്യം നമുക്കൊക്കെ അറിയാവുന്ന ഒരാളൊക്കെ തന്നെയാണ്. പിന്നെ ഷെബീന ബീബിക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്നതിനാണെന്ന് എനിക്കറിയാൻ മേല കേട്ടോ. ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ തമ്മിലാണ് എപ്പോഴും പ്രശ്നം. ആദ്യം അതുൽ ബ്ലോഗുമായിട്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഷെബീന ബീബി ശരിക്കും പറയാറുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, നല്ല വർത്തമാനങ്ങൾ പറയാറുണ്ട്. അതിനെതിരെ രേണുവും പ്രതികരിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും മോശമല്ല. എന്നാണേലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഷെബീന ബീബി പറയുന്ന ആ ഒരു വക്കീലിൻ്റെ കാര്യം നമുക്കൊന്ന് കേൾക്കാം. പുത്തൻകാവ് മഹാദേവ ക്ഷേത്രം, പേര് കറക്റ്റാണോ എനിക്കത് വിസിബിൾ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. രേണുവിന്റെ ചാനലിൽ, അതായത് രേണുവിന്റെ പിന്നെ ഫേസ്ബുക്കിൽ വന്ന സംഗതിയാണ്. അപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റ്സ് ആകെ 6-7 കമന്റേ വന്നുള്ളൂ. ഇവിടെ ഗാനമേള അവതരണം, വള്ളംകളി, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുള്ള രേണുവിന്റെ ഫോട്ടോ ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നുണ്ട് എല്ലാവരും വരണമെന്ന്, അതിൽ കൂടുതൽ ആളുകൾ അവിടെ ഇരച്ച് കയറി വരിക എന്നുള്ളത്. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ പോലെയാണ് പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്തത്. താഴെ വന്നൊരു കമന്റ്, പ്രീതീഷ, നീ വരുമ്പോൾ നിന്റെ ബിന്ദു അമ്മണി വക്കീലിനെ കൂടെ കൊണ്ടുവരണേ, അമ്പലത്തിൽ വരവേൽക്കാൻ ഞങ്ങൾ നോക്കിയിരിക്കും, ഗാനമേളയ്ക്ക് വൻ തിരക്കായിരിക്കും അവിടെ എന്ന്. ബിന്ദു അമ്മണി എന്ന് പറയുന്ന വ്യക്തി എല്ലാവരോടും പറയുന്ന സുപ്രീം കോടതി വക്കീലാണ്, സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബിന്ദു അമ്മണി എഴുതിയെടുക്കേണ്ട ഒരു എക്സാം, അതായത് അവിടെ ഒരു പ്രത്യേകമായിട്ട് ഒരു മാനദണ്ഡമുണ്ട്. ഇന്ന എക്സാം നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പിന്നെ പ്ലീഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം കിട്ടുള്ളൂ. ഈ പറയുന്ന എക്സാം പാസ്സായാൽ മാത്രം പോരാ, 5 വർഷം അവിടുത്തെ എക്സ്പീരിയൻസും വേണം. അതിന്റെ ഒപ്പം 1 ഇയർ അല്ലാതെ ഒരു എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചെയ്താൽ മാത്രമേ ഇവിടെ പ്രാക്ടീസ് ചെയ്യൂ. 1 ഇയർ നിങ്ങൾ മിനിമം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ അവിടെ ഒരു വക്കീലായിട്ട് പോലും പരിഗണിക്കുകയുള്ളൂ. അപ്പം ആ വക്കീൽ അതിനുള്ള ആ തുല്യതാ പരീക്ഷ എന്ന് പറയുന്നത് AOR എന്നാണ്, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്. അപ്പോൾ ഈ പറയുന്ന സംഗതി ഇവർ പാസ്സായിട്ടില്ല. എന്തിന് ഇവർ പരീക്ഷ പോലും എഴുതിയിട്ടില്ല. ഇവരവരുടെ ഗുമസ്തയായിട്ട് നിൽക്കുകയാണ്. ആ ഗുമസ്ത പണിയുടെ ഒരു ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് ആരാണ്? രേണുസുധിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം വേറെ ആളാണെങ്കിലും കുറേ ദിവസങ്ങളായിട്ട് രേണുസുധി തന്നെയാണ് ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അവളുടെ വക്കീലായിട്ട് ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ആകുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഒന്ന് ചാടിയത്. ഇതാണ് ബിന്ദു അമ്മണി എന്ന് പറയുന്ന വക്കീലിനെ പറ്റി ഷെബീന ബീബി പറയുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ ബിന്ദു അമ്മണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന ആളെ നമ്മുടെ ശബരിമല വിഷയത്തിൽ 2 സ്ത്രീകൾ ശബരിമല കയറിയില്ലേ, അതിൽ ഒരാളാണ് മുടി ബോബ് ചെയ്തിട്ടൊരു ആളില്ലെന്ന്. അതാണ് ബിന്ദു അമ്മണി എന്ന് പറയുന്നത്. അറിയാവുന്നവർക്കൊക്കെ അറിയാം. അതാണ് ആ അമ്പലത്തിൽ ചെല്ലുന്ന കാര്യം പറഞ്ഞപ്പം അവരെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ രേണുവിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ രേണുവിന് ആ ആളുടെ കൈക്കൊണ്ട് കേസ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. രേണു തന്നെയാണ് രേണുവിനുള്ള പ്രശ്നങ്ങൾ വഴിവെട്ടി ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പം ഇവർ പറയുന്ന പോലെ അവരങ്ങനെ അത് പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ കൊടുത്തിട്ട് അതുകൊണ്ടായിരിക്കുമല്ലോ. അതാണ് ഈ ഷെബീന ബീവിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രേണുവിനോട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, രേണുവിന് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ വീഡിയോയിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേര് വന്ന് ഇവർക്ക് കമൻറ്റ് ഇട്ട് എൻ്റെ പൊന്നി ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക, അവർക്ക് വഴികൾ പറഞ്ഞു കൊടുക്കാതെ, വഴികൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരതിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ചേച്ചി മിണ്ടാതിരിക്കും. ബിഷപ്പിൻ്റെ കാര്യം തന്നെയാണ്, ആ ഒരു കേസിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെയാണ് ഷെബീന ബീവി കൂടുതലും പറയുന്നത്. കേസ് കൊടുത്താൽ ഇങ്ങനെയാണ് രേണുവിനത്
പ്രശ്നമായിട്ട് വരുന്നത്. രേണുവിന് അത് ഇന്ന പോലെ പ്രശ്നങ്ങളാകും, രേണു അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇവർ തമ്മിൽ ഭയങ്കര ശത്രുതയാണ് താനും. പുള്ളിക്കാരെ രക്ഷിക്കാനുള്ള വഴികളെല്ലാം ഇവർ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇവരും ഈ ശത്രുതയെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഷെബീന ബീവിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പം അവർ പ്രതികരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് രേണു നല്ലത് ചെയ്താൽ രേണുവിനെ പറ്റി നല്ലതും പറയുന്നുണ്ട് അവർ. രേണുവിൻ്റെ ഇവരുടെ വീഡിയോയ്ക്ക് അത്ര തന്നെ രേണുവിന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരെ പിടിച്ചാൽ കിട്ടുകയില്ല, അങ്ങനെ ഒരു ഇത് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു തുടങ്ങിയ അങ്ങ് തുടങ്ങും, അല്ലെങ്കിൽ പുള്ളിക്കാരി ആർക്കും ഒരു ശല്യമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ രേണുവിനുള്ള വഴികൾ വെട്ടി ആ ബിഷപ്പിനെതിരെ വീണ്ടും ആ നോട്ടീസ് അയച്ചത് ഒക്കെ ഇവർ പറഞ്ഞതിൻ്റെ ഇതിലാണെന്നാണ് ഷെബീന ബീവി പറയുന്നത്. എന്നാണേലും ആ കേസ് വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോവുകയാണെന്ന് പറയുന്നത് കേട്ടു. ബിഷപ്പ് ശക്തമായിട്ട് അതിന് നിൽക്കുന്നത്, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അതിൻ്റെ കൂടെ തന്നെ ഷെബീന ബീവി കഴിഞ്ഞ ദിവസം രേണുവിന് എന്നതൊക്കെയോ പറഞ്ഞിരുന്നു. എന്നതൊക്കെയെന്ന് പറഞ്ഞാൽ എന്നാന്ന് ഞാൻ കുറച്ചൊക്കെ കണ്ടുള്ളൂ, കുറച്ച് ഇതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് രേണു വന്നിട്ടുണ്ട്. രേണുവിൻ്റെ പല്ലിന് പ്രശ്നമാണ് എന്നുണ്ട്. പക്ഷേങ്കിൽ ഈ വന്നതിന് തിരിച്ച് കിട്ടിയേക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഷെബീന ബീവിയുടെ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിയും വരും, അതിലേറെ കഷ്ടവും തോന്നുന്നു. ഷെബീന ബീവി പറഞ്ഞേക്കുന്നത് ഒന്നൊന്നര പറച്ചിലായിപ്പോയി കേട്ടോ. സത്യം എന്നാന്ന് വെച്ചാൽ കൂടിപ്പോയി എന്ന് തന്നെ വേണം പറയാനായിട്ട്. എനിക്ക് തന്നെ കഷ്ടം തോന്നി. രേണു ഇത്രയും കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്ക് നമുക്ക് ചിരി വരുന്നു. രേണുവിൻ്റെ മാനസികാവസ്ഥ രേണുവിനെ അറിയാം, പക്ഷേ ഷെബീന ബീവി ഇച്ചിരി കൂടിപ്പോയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്കുള്ള റിയാക്ഷനായിരുന്നു അവർക്ക്. ഞാൻ പറഞ്ഞില്ല, അവരെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടത്തില്ല, അവർക്ക് പോലും അവരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അവർ പറയാനുള്ള മൊത്തം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് ചുണ്ടനക്കുന്ന കാണുമ്പോൾ അറിയാം എന്നതാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ ഷെബീന ബീവി പറഞ്ഞു ഒന്നും ഇതിനകത്ത് ഇടുന്നൊന്നുമില്ല, അത് അവരുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അവർ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. രേണു എന്നത് പറഞ്ഞു നോക്കുക. രേണുവിൻ്റെ പല്ലൊക്കെ അതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചോ, അതിൻ്റെ പരിപാടിയൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്, വേദനയൊക്കെ ആയിട്ട് ഇരിക്കുന്നിടത്താണ് വന്നേച്ച് റിപ്ലൈ കൊടുത്തത്. എനിക്കിതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണു പറയുന്നുണ്ട് ഞാൻ കാണുന്നില്ല, ഇതൊന്നും കാണുന്നില്ല, ഞാൻ ഇതിനൊന്നും മറുപടി തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ രേണു എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, എല്ലാ കമൻസും കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ചില കമൻസിൻ്റെ അടിയിലൊക്കെ വന്ന് രേണു തന്നെ റിപ്ലൈ കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്, ചിലർ ഇടുന്ന വീഡിയോയുടെ അടി വന്ന് കമൻസൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. രേണു എല്ലാം കാണുന്നുണ്ട്, ചുമ്മാ പറയുന്നതാണ് ഞാനിതൊന്നും കേട്ടോ. എന്നും ഒരു വീഡിയോ ഈ ഷെബീന ബീവിക്കെതിരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സിനെതിരെയോ പുള്ളിക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, ഞാനിതൊന്നും കാണുന്നില്ല, ഞാൻ കണ്ട് നിങ്ങൾക്ക് വീവ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് തുടക്കം ഇടുന്നത്. പക്ഷേ അതെല്ലാം പച്ചക്കള്ളമാണ്. പുള്ളിക്കാർ തന്നെ ഇരുന്ന് കേട്ടത് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒത്തിരി, ഈ കഴിഞ്ഞ ഇടയ്ക്കും പറഞ്ഞു ഫേസ്ബുക്കിൽ ഒത്തിരി നാൾ കയറിയാണ് ഞാൻ ഇന്ന് കയറിയെന്ന്. ഇപ്പോൾ വീണ്ടും പറഞ്ഞു ഞാൻ ഒത്തിരി കാലമായി അതിനകത്ത് കയറിയിട്ട് ഞാൻ ഇന്ന് കയറി. ഈ പറയുമ്പം വീഡിയോ ഇടുമ്പോഴത്തേക്ക് അങ്ങ് ഓരോന്നും പറഞ്ഞു പോകും, അതേ പിടിച്ചാണ് അടുത്ത ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. ഇനിയാണ് നമുക്ക് രേണു പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാം. എനക്കാൻ വയ്യ, എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. എടി ഷഫീനെ, നീ നിർത്തിയില്ലേടി നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്, ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഞാനത് നോക്കിയത്, അപ്പോഴാണ് നിന്റെ വീഡിയോ കിടക്കുന്നത്. എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ് നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറേ മരവാഴകളില്ലേ, അവർ കാണാനാണ് നീ ഇട്ടോ. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന മരവാഴകളില്ലേ, അവർ കാണാനിട്ടോ. രേണുസുതി നിന്റെ ഒരു വീഡിയോ കാണത്തുമില്ല, കണ്ടിട്ടുമില്ല. കേട്ടല്ലോ, നീ ഇട്ടുകൊണ്ടിരുന്നു. ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. നീ ഇട്ടുകൊണ്ടിരിക്കും ഷഫീന, കേട്ടോടി. നിന്നെ എടിയും തന്നെ വിളിക്കുന്നു, നീ എന്നെ എടിയെന്നല്ലേ വിളിക്കുന്നത്, കേട്ടോടി. ഈ പറയുന്നതിന് യാതൊരു ഇതുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാണാതെ പിന്നെ എങ്ങനെയാണ് രേണു പ്രതികരിക്കുന്നത്? ഒരു കാര്യം ഫേസ്ബുക്ക് ഞാൻ തുറന്നതേ ഉള്ളെന്ന് രേണുവിൻ്റെ വായിൽ തന്നെ വരുന്നുണ്ട്, അത് കണ്ടിട്ട് തന്നെയാണ് രേണു പ്രതികരിക്കുന്നത്. ഇതിനെതിരെയായിട്ട് ഷെബീന ബീവി ശരിക്കും പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ഇച്ചിരി കൂടിപ്പോയ പ്രതികരണം തന്നെ വീണ്ടും പറയുന്നത്. ഞാൻ കുറച്ച് അത് കേട്ടുള്ളൂ, ബാക്കി കേൾക്കാനുള്ള ഒരു ഇത് എനിക്കുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കേട്ട് ചെനങ്ങ് വെച്ചു. പിന്നെ പറയാനുള്ള കാര്യം തന്നെ ശാന്തിവിള ദിനേശ്, അതായിരുന്നു നമ്മൾ അടുത്ത പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം തന്നെ. ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞാൽ പുള്ളി ആരെപ്പറ്റി എന്നതും പറയും. പുള്ളിയുടെ വീഡിയോയ്ക്ക് അത്ര ലാലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ദിലീപിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കാവ്യമാധവൻ്റെയൊക്കെ സ്റ്റോറിയൊക്കെ വന്നേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അത് വായിച്ചിട്ട് ഓർത്തിട്ടുണ്ട്, ഈ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നതെന്ന്. കാര്യം എന്നാന്ന് വെച്ചാൽ കാവ്യമാധവനെ പെണ്ണ് കാണാൻ വന്നപ്പം കാവ്യമാധവൻ വീടിനകത്ത് നിന്ന് ദിലീപിനെ വിളിച്ചു, ചേട്ടാ എന്നെ പെണ്ണ്, അതൊക്കെ എങ്ങനെ പുള്ളി അറിഞ്ഞു? അത് അവരുടെ വീട്ടിൽ മാത്രമുള്ള നടക്കുന്നൊരു സംഭവം. അങ്ങനെ ആണെങ്കിൽ തന്നെ പുള്ളി ഇത് ഒരുമാതിരി നമ്മൾ ഈ നോവലൊക്കെ
എഴുതുകയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഒരാളുടെ കഥകൾ മെനയുന്നത്. പുള്ളി ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോടൊന്നും യോജിപ്പൊന്നുമില്ല കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് പറയുന്നത് ആരെ പറ്റിയാന്നുള്ളത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളി ഇതിനകത്ത് പേര് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും പേരെടുത്ത് പറയുന്നൊന്നുമില്ല. പുള്ളി ഇതിനകത്ത് പറയുന്ന ആരെ പറ്റിയെന്നുള്ളത് നല്ല വ്യക്തമായി ആദ്യം ഒരു ആങ്കറിനെ പറ്റി പറയുന്നുണ്ട്. അവർ ആരാന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അത് കഴിഞ്ഞേച്ച് പറയുന്ന ആരെ പറ്റിയാന്നുള്ളതും നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. പുള്ളി ഇങ്ങനെയാണ് പേരും നാളും ഒന്നും പറയത്തില്ല. പക്ഷേ കേൾക്കുന്ന ഏത് പൊട്ടനും മനസ്സിലാകും ധാരകയാണ് പറയുന്നതെന്നുള്ളത് മനസ്സിലാകും. അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ നമുക്കിതൊന്ന് കേട്ട് നോക്കാം. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി ഗൾഫിൽ ചെന്ന കമ്പനി കൂടി ശിവാസ്ത്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണമാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നിർത്താൻ പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞ അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇത് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ധാരയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ആരെയുടെ പറ്റത്ത് ജഗതി പറയുന്ന പോലെ തന്നെ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എന്നെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇത് കേൾക്കുന്ന ആൾക്ക് തന്നെ മനസ്സിലാകും. അവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാതെ തന്നെ എല്ലാ തെളിവോടും കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. ആ പറഞ്ഞ ചിലപ്പോൾ ശരിയാണ്. ആരെന്നെ സഹായം ചെയ്താലും അതിനൊരു നന്ദിയോ കാര്യങ്ങളോ ഇല്ലാതെ പ്രതികരിച്ചിട്ടുണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് അങ്ങോട്ടൊരു യോജിപ്പില്ല കേട്ടോ. ഞാൻ നേരത്തെയും പറഞ്ഞു, ഇവരുടെ വീഡിയോസ് ഇടുന്നതിൻ്റെ താഴെ വന്ന് ഇവർ വെളിയിൽ പോകുന്നതിൻ്റെ എയർപോർട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഒരുമാതിരി മോശം കമൻറ്റുകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്നാത്തിനാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരങ്ങനെ പോയെന്ന് എടുത്തെന്നുള്ളതിന്. പിന്നെ അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനെങ്കിലും ഓർക്കണം. ഒരു പെണ്ണിനെയാണെങ്കിലും ഒരു ആണിനെയാണെങ്കിലും ഒരു വൃത്തിയോട് പറയാൻ എളുപ്പമാണ്. അത് കാണാനും കേൾക്കാനും ഒരുപാട് ആൾക്കാർ കാണും. പക്ഷെ അവരെ പറ്റി ഒരു നല്ലത് തിരുത്തി പറയുമ്പം അത് കേൾക്കാൻ ആൾക്കാരുണ്ടായെന്ന് വരത്തില്ല. ആ ഒരു നെഗറ്റീവ് ആയിരിക്കും പിന്നെ അവർക്ക് കിടക്കുന്നത്. അവരും ജീവിക്കട്ടെ, അവരും ഈ ലോകത്ത് ജീവിക്കട്ടെ എന്ന് മാത്രം കരുതിയാൽ മതി. അങ്ങനെ കാണിച്ചു നടക്കുന്നവരുണ്ടല്ലോ, അവർക്കെതിരെ പോകുക. ഇവർ ഇപ്പോൾ ഗൾഫിൽ പോകുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ധാരയാണ് പറയുന്നത് എന്നുള്ളത്. എന്നെയാണല്ലോ നമുക്ക് ബാക്കിയോടൊക്കെ എനിക്ക് യാതൊരു യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ് ഇനി ഇദ്ദേഹം അങ്ങോട്ട് പറയുന്നതെന്ന് ഞാൻ എടുത്തു പറയുന്നു. കാര്യം ഞാനും ഒരു പെണ്ണാണ്. ഒരു പെണ്ണിനെ നമ്മളിപ്പം ആ ഒരു പുള്ളിക്കാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഞാനും എതിർത്തിട്ടുണ്ട്, പറയുന്ന കാര്യങ്ങൾക്ക്. പക്ഷേ എന്നും പണ്ട് അവരൊരു മോശക്കാരിയാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അവരൊരു മോശ സ്ത്രീ എന്ന് പറയാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. കാര്യം നാക്കുണ്ട്, വായി വരുന്നതെല്ലാം വിളിച്ച് പറയും. പറയുന്നതിൻ്റെ അർത്ഥം പോലും അറിയാതെ പുള്ളിക്കാരി ഇടന്ന് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. അല്ല, ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ തൈക്കളവി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ കിളവിമാരെ ഇങ്ങനെ എന്നാന്ന് വിളിക്കും? അവർക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല. അവരൊരു തൈക്കളവിയാകേണ്ട പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല. അവരുടെ ചെറുപ്പ പ്രായം തന്നെയാണ്. അപ്പോൾ ഈ അപ്പൂപ്പനെ എന്നാന്നാണ് വിളിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ എത്ര വയസ്സുണ്ട് അവരെക്കാളും ഒക്കെ? ഒരു പെണ്ണിനെ വിളിക്കുന്ന തൈക്കളവി. എനിക്ക് അതൊക്കെ എന്നതിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ മോശം ഇതായിട്ട് ഇങ്ങനെ പറയുന്നത്? തൈക്കളവി പുള്ളിയാണോ അവരുടെ ജനിച്ച സമയത്ത് 28 കെട്ടാനുണ്ടായിരുന്നത്? അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. അവരെ തൈക്കളവി എന്ന് വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. അവർക്ക് അതിന് മാത്രം പ്രായമില്ല എന്നുള്ള കാര്യം നല്ല ഉറപ്പായിട്ട് അറിയാം. എന്നിട്ട് പിന്നെ അവരെ ആ ഒരു സംബോധന ചെയ്യുന്നത് വളരെ മോശമാണ്. എന്നാലും ഈ ചെറുപ്പക്കാരൻ പറയുന്ന ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ മറ്റേ ലവളുണ്ടല്ലോ ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ.
എനിക്ക് തോന്നുന്നത് ഇവർ ആ ഒരു ബാറിൻ്റെ ഇതിന് പ്രൊമോഷൻ വീഡിയോയ്ക്ക് പോയ സമയത്ത് അവിടെ വെച്ച് എന്തോ ഒരു വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തത്, അത് അവർ ആക്ട് ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അതായിരിക്കും ചിലപ്പം ഇവരൊക്കെ ഇതായിട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവരുടെ കയ്യിലും ഉണ്ട് കുറേ. ഒരു ഇതിന് പോയാൽ അതിൻ്റേതായ രീതിക്ക് പോയിട്ട് വരിക. നമ്മളെ എപ്പോഴും കുറ്റം ഇങ്ങനെ കാണാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പം അവർ ചെറിയ കാര്യങ്ങൾ, അത് അഭിനയമാണെങ്കിൽ പോലും ആ ഒരു രീതിക്കായിരിക്കും കൊണ്ടുവരുന്നത്. അത് ചിന്തിക്കാനുള്ള ബോധം അവർക്കും ഇല്ല. ഭാര്യയുടെ കെട്ടുകാരിയും കയറി കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാക്കൂല്ലോ. ദിവസവും കാർ വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാർ. എടാ കാളെ എനിക്ക് 18, നിനക്കൊരു കാർ. ഇനി അടുത്ത വൈകുന്നേരം തന്തയ്ക്കായിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേരെന്നെ വിളിച്ച് പറഞ്ഞു. അല്ല, ഈ പുള്ളിക്ക് എന്നെ അവർ കാറ് മേടിച്ചാൽ അവർ കാറ് മേടിച്ച് അവരാകെപ്പാടെ ഒരു കാറേ മേടിച്ചിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു കാറ് മേടിച്ച് ഒന്നെങ്കിൽ അവരെ പറ്റി ശരിക്കും അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ റിയാക്ട് ചെയ്യാം. ഈ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. നിനക്ക് 3 വയസ്സാണെങ്കിൽ നിനക്ക് കാറ് മേടിച്ച് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആർഭാടങ്ങൾ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ കാർ മേടിച്ചിട്ട് പോലും അവർ ബസ്സിനും ഒക്കെയാണ് അവരുടെ ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നത്. കാറിൽ പോകുന്ന അപൂർവങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഒരാളെ ഞാൻ പറഞ്ഞില്ല, ഈ പുള്ളിക്കാരൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പം ഉറങ്ങി എണീക്കാൻ പുള്ളിക്ക് തോന്നുക ഇങ്ങനെ അങ്ങ് പറഞ്ഞേക്കാം, ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാം, അതുപോലെ അങ്ങ് ചെയ്യുക. അത്രയേ ഉള്ളൂ പുള്ളിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ അതിലെ വരുംപരാഴികളോ അല്ലെങ്കിൽ അതിൽ മറ്റുള്ളവർക്ക് വരുന്ന പ്രശ്നങ്ങളോ അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. അതൊന്നും പുള്ളിക്കാരനെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. അങ്ങനെ ഒരു രീതിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എന്നാണെന്നറിയാമോ, ശരിക്കും ഒരു പണി മേടിച്ച് കേട്ടും മിക്കാറ്. ഞാൻ പറയുന്നത് അവരുടെ വീട്ടിൽ തന്നെ ചെന്നിച്ച് ചോദിക്കണം, ഞാൻ ആർക്കാണ് കാർ മേടിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ എന്നാണ് കാണിക്കുന്നത്, നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റില്ല് എന്നെ കൂടെ കാണില്ലേ എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യാത്ത സ്ഥിതിക്ക് എനിക്കൂടെ ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് ഈ പുള്ളിയുടെ അടുത്ത് തന്നെ പോയി ചോദിക്കണം. കാര്യം ഓരോരുത്തരെയും നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ അവർ വന്നിച്ചാൽ അവർ എന്തെങ്കിലും പറയുന്നവരെ. അങ്ങനെ റിയാക്ട് ചെയ്യുന്നവർ തന്നെ അവർ ആ ഒരു കാര്യം ചോദിക്കണം, നിങ്ങൾ എവിടെയാണ് കണ്ടത്, എന്നെയും കൂടെ കാണിക്കും, ഞാൻ പോലും അറിയാത്ത എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങളിലുണ്ടെന്ന് എന്നെ കൂടെ ഒന്ന് കാണിക്കാൻ പറയണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് അയക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരു അലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ. ഇതാണ് പുള്ളി പറയുന്നത്. സ്റ്റില്ലും വീഡിയോ ഒക്കെ വന്നോട്ടെ, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. പുള്ളിക്കത് ചാനലിൽ അത്ര കാണിക്കാൻ പറ്റത്തില്ലെന്നും പറയുന്നുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത്, ഈ ഗൾഫിൽ ജോലിക്ക് പോകുന്നവർക്ക് ഇത്രയ്ക്ക് അറിയാൻ മേലേ, ഇവിടുന്ന് പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലിയും പറിച്ചോണ്ടായി പോകുന്നതെന്ന് അറിയാൻ മേലേ, സ്ഥലം പണയം വെച്ചിട്ടാണ് പോകുന്നതെന്ന് അറിയാൻ മേലേ, എന്നിട്ടും അവനൊക്കെ അവിടെ ചെന്ന് ഈ പണി കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു വ്യക്തി അവിടെ ചെല്ലുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ ഇങ്ങനെ പോകുന്നവന്മാർ ഈ പണിക്ക് പോകുന്നത്. അവിടെ ഇഷ്ടം പോലെ അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന നാടൊക്കെ തന്നെയാണ്. അതിന് ഇവരെ മാത്രമായിട്ട് അങ്ങോട്ട് കുറ്റം പറയാനായിട്ട് ഇവർ പോയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഒരു പെണ്ണിൻ്റെ മാനത്തിന് വിലയുണ്ട്. അവർ കാണിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, അവരുടെ ഡ്രസ്സിങ്ങൊക്കെ ഇച്ചിരി വൾഗറാവുന്നുണ്ട്, അവരുടെ അഭിനയവും വൾഗറാവുന്നുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറയുമ്പം ആ ഒരു കൊച്ചു വളർന്നു വരുന്നു. എത്രയാണേലും ഒരു തന്തയും തള്ളയും വീട്ടിലുണ്ടെന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. ഒരു മകളെപ്പറ്റി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്കും ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്, ഒരാളെ പറ്റി നമ്മൾ മോശമായിട്ട് പറയുവാണെങ്കിൽ അത് നമുക്ക് അതുപോലെ തെളിവുണ്ടെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ കിട്ടിയെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. കാര്യം ഞാൻ ഇതിനോട് ഉറപ്പിച്ച് പറയാൻ നിൽക്കുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല, എനിക്ക് അറിയത്തുമില്ല, ഞാൻ അവരെ അങ്ങനെ ഒരു മൈൻഡോട് കൂടി കാണുന്നുമില്ല. അതുകൊണ്ട് എനിക്കതിനെതിരെ ഒന്നും പറയാനില്ല. ഞാൻ ഇവർക്ക് എതിരെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്ന വാക്കുകൾക്കെതിരെ ഞാൻ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ല, എന്നേലൊരു തെളിവ് വേണ്ടി, ഒരു മനുഷ്യനല്ലേ അവരും, പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. നമ്മളിപ്പോൾ എന്നെയാണേലും ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഈ ഒരു വൃത്തിയായിട്ട കാര്യങ്ങൾ പറയുമ്പം നമ്മൾ ചെയ്തിട്ടും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാനത് കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാണാതെയും കേൾക്കാതെ ഒന്നും ഇരിക്കുന്നില്ല, കേൾക്കും കാണും എല്ലാം ചെയ്യുന്നുണ്ട്. അവരും എന്നുള്ളൊരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇവരോട് എനിക്കുള്ള ഒറ്റ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ ഇൻ്റർവ്യൂവിന് വന്നിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും
പിന്നെ ആ വിശപ്പിനെതിരെയുള്ള ആ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് കിടന്നുള്ള നന്ദികേട് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ഞാൻ ഇവരെ എതിർത്തിട്ടുള്ളത്. അല്ലാതെ ഇവരുടെ യാതൊരു കാര്യങ്ങൾക്കും ഞാൻ എതിർത്തിട്ടില്ല. ഇവർ ഡ്രസ്സിൽ നടക്കുന്നതൊക്കെ ഞാൻ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ഡ്രസ്സൊക്കെ അവരവരുടെ ഇഷ്ടമാണ് എന്നത് ഇടുക എന്നുള്ളത്. അതൊക്കെ അവരുടേതായ കാര്യങ്ങളാണ്. അതൊക്കെ അവർക്ക് ചൂസ് ചെയ്യുന്നേ ഉള്ളൂ, ഏതിടണം ഏത് വേണ്ട എന്നൊക്കെ ഉള്ളത്. മറ്റൊരാളല്ല വേറെയുള്ള ഡ്രസ്സ് ഇടുന്നതിന് അഭിപ്രായം പറയേണ്ടത്. അവനവൻ തന്നെയാണ് അവനവൻ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. പിന്നെ മനുഷ്യരിലേക്ക് നമ്മൾ മലയാളികളാണ്, നമുക്ക് ഓരോന്നിനും ഓരോ പരിമിതികളുണ്ട്. നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. ആ ഒരു മൈൻഡിലൂടെ നമ്മൾ പോകുന്നത് വരുമ്പോഴാണ് ഓഡിയൻസ് ചീത്ത വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം രേണു ഒരു വീഡിയോയുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. രേണു പുതിയതായിട്ട് അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്, മന്ദാര ചേലോ അങ്ങനെയാണ് അതിൻ്റെ പേര്, മന്ദാരച്ചേല്. അതിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞായിരുന്നു. ആ വീഡിയോ ഇറങ്ങുമ്പം ഇച്ചിരി പ്രശ്നമാകും, ഇച്ചിരി വൈറലാകും എന്നൊക്കെ. അതിൻ്റെ ചെറിയ 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 സീൻസൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിന് മുമ്പ് രേണു അന്ന് പറഞ്ഞ വാക്കുകളൊന്നും കൂടെ ഒന്ന് കേൾക്കാം. നന്നായിട്ട് ഞെട്ടും. കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ്. സോ അതിനുശേഷം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്. അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും. വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. വിമർശിക്കട്ടെ, അതോടുകൂടി നമ്മുടെ ആൽബം വളരും. ഇതാണ് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് മന്ദാരം ചേല് റിലീസ് മുൻപ് ദാസേട്ടനും രേണുവിൻ്റെ എക്സ്ക്ലൂസീവ് രംഗം പുറത്ത്, കിസ്മത്ത് വിഷ് അങ്ങനെ പറഞ്ഞൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സീനും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ സൈഡിൽ വെക്കാം. അതിനകത്തൊരു സീനും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇവർ തന്നെയാണ് ഇവർക്കുള്ളത് എയറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വീഡിയോ ഇറങ്ങുമ്പോൾ ഇറങ്ങട്ടെ, അതിനകത്ത് അന്നേരം കാണുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ അതിൻ്റെ സീൻസ് കട്ട് ചെയ്ത് ഇടുക എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരി ഇച്ചിരി അഹങ്കാരം കൊണ്ട് കിടന്ന് കാണിക്കുക, സ്വന്തമായിട്ട് തന്നെ വൈറലാകാനും എയറിൽ നിൽക്കാനും വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പൊതുവേ മലയാളികളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് കാണാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണേലും നമ്മളൊരു വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് എന്നൊക്കെ പറയുന്ന എല്ലാ കുഞ്ഞുങ്ങളും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരുവിധം ഒരു 10, 17, 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കൂടുതലും പിള്ളേരൊക്കെ യൂട്യൂബിൽ എല്ലാ വീഡിയോസും കാണാൻ എടുക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വീഡിയോസ് ചെയ്യുക എന്നുള്ള എൻ്റെ അഭിപ്രായമൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടം, അവരഭിനയിക്കുക എങ്ങനെയാണെന്ന് പറയാം. കാര്യം അവർ പറയുന്ന വേഷം ചെയ്താലേ അവർക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. എന്നാണേലും അവർ തന്നെ വൈറലാകാൻ തീരുമാനിച്ച് വീണ്ടും പണ്ട് ഇതുപോലായിരുന്നു, മറ്റേ ചാന്തുപൊട്ടിൻ്റെ ദാസേട്ടനുമായിട്ടുണ്ടായിരുന്നു ശരിക്കും ഏറിക്കേറിയ ഒരു വീഡിയോ. അതുപോലെ എനിക്കൊന്ന് ഇപ്പോൾ ഒന്ന് പമ്മിയിട്ടുണ്ട് രേണു. ഇപ്പോൾ കുറച്ചാൾ ഈ ബിഷപ്പിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വന്നെന്ന് കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു, വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും മൈൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തതൊരു എണ്ണം എടുത്തിട്ടേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എയറിൽ നിൽക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് തന്നെ എപ്പോഴും പുള്ളിക്ക് വേണം, നെഗറ്റീവിലൂടെ തന്നെ പിടിച്ച് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിക്കാരി ശരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനി വന്ന് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഇറക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേര് പിന്മാറിയിട്ടുണ്ട്. കാര്യം ഒരു കോമളോ എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ആര് രേണുവിനെ നെഗറ്റീവ് പറഞ്ഞാലും അവരുടെ വന്ന് ചീത്ത വിളിക്കും. ആ പുള്ളിക്കാരിയും അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിയും കേൾക്കുമായിരുന്നു. വരുന്നവരവരെയും ചീത്ത വിളിക്കുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആണോ, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചിട്ടുണ്ട്. കാര്യം അതുപോലെ അവർ രേണുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കമൻറ്റിനൊക്കെ റിപ്ലൈ. ഇപ്പോൾ കുറച്ചാളായിക്കൊണ്ട് അവരെ കാണുന്നില്ല, എന്നാന്ന് എനിക്കറിയത്തില്ല. അവരിപ്പോൾ അങ്ങനെ കാണുന്നില്ല. അവർ രേണുവിനെ ആരെന്നാ പറഞ്ഞാലും വരുന്നില്ല. അപൂർവങ്ങളിൽ എങ്ങാനും 1, 2 പേര്. ഇപ്പോൾ പിന്നെ രേണു തന്നെ പ്രതികരിക്കുന്നുണ്ട്. ചില വീഡിയോയ്ക്കൊക്കെ വന്ന് രേണു തന്നെ റിപ്ലൈ കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അല്ലാതെ ആരും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ രേണു തന്നെയാണ് അതൊക്കെ കുളവാക്കി കളഞ്ഞത്. കാര്യം രേണുവിനെ ഇഷ്ടപ്പെടുന്നവരെ കൂടി രേണു വെറുപ്പിച്ച് കളഞ്ഞു. കുറേ കാര്യങ്ങൾ രേണു തന്നെ ചെയ്ത് രേണുവിൻ്റെ സംസാരവും രീതിയും കാര്യങ്ങളും ഇച്ചിരി അഹങ്കാരം പോലെ ആയി തുടങ്ങിയായിരുന്നു. ആ അഹങ്കാരത്തിൻ്റെ ഇതായിട്ടാണ് പലരും രേണുവിൽ നിന്ന് അകന്നു പോയത്. ഇല്ലെങ്കിൽ ഇപ്പോഴും രേണുവിന് നല്ല ഓഡിയൻസ് തന്നെ ഉണ്ടായിരുന്നേനെ. ഈ ഒരു അഹങ്കാരം ഇല്ലായിരുന്നെങ്കിൽ അവർ അഭിനയിക്കുവോ, എന്നെ ഡ്രസ്സ് ചെയ്യുമോ, എന്നെ ഉള്ളവർ ചെയ്തോട്ടെ. പക്ഷേ അവർക്ക് അവരുടെ വായിൽ നിന്ന് വരുന്ന അഹങ്കാര വർത്തമാനം കൂടെ ഒരിച്ചിരി കുറച്ചിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഓഡിയൻസ് കണ്ടായിരുന്നേനെ. എന്നാണേലും ഇങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലൊന്നും എനിക്ക് യോജിപ്പില്ല. പുള്ളി ഇനി തെളിവും കൊണ്ട് വരുമെന്നാണ് പറഞ്ഞത്. തെളിവും കൊണ്ട് വരട്ടെ, അപ്പം നമുക്ക് വിശ്വസിക്കാം. അതുവരെ നമുക്കിത് സത്യങ്ങൾ എന്നാ നമുക്കറിയത്തില്ല, അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മളിത് വിശ്വസിക്കുന്നേ ഇല്ല. പുള്ളി തെളിവും കൊണ്ട് വരട്ടെ. തെളിവ് കൊണ്ടുവന്ന് നമുക്ക് ആ തെളിവ് ജെനുവിനാണെന്ന് തോന്നിയാൽ നമ്മൾ വിശ്വസിക്കാം. അത്രേ പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാവേ. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.